Hello everyone, welcome back to our YouTube channel Chuttu and Mama. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. നമ്മൾ ഭയങ്കര നോർമലായിട്ടൊരു സൺഡേ ആയിരുന്നു. വേറെ പരിപാടിയൊന്നുമില്ല, ഒരു പരിപാടി ഇല്ലാത്തൊരു ലേസി സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി വിളിച്ചിട്ട് അമ്മ അമ്മ വരുന്നുണ്ട് എന്നുള്ളത്. അവരുടെ മാഹി പള്ളിയിൽ വരുന്നുണ്ട്, പള്ളി കാണാൻ വേണ്ടിയിട്ട്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നെല്ലാവരും ഉള്ളൊരു സൺഡേ ആയിരിക്കും. ഞാൻ എണീച്ചു, ചുട്ടുപ്പ് എണീച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ ഉറക്കമൊന്നും റെഡിയായില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പാലൊക്കെ കൊടുത്ത് ഉറക്കി. ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിക്കണം. നമ്മൾ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. ആസ് യൂഷ്വൽ മീൻ നമ്മൾ വാങ്ങിക്കാനൊന്നും തുടങ്ങിയില്ല, മീനൊന്നും മര്യാദയ്ക്ക് കിട്ടിയില്ല. പിന്നെ എന്തെങ്കിലും പച്ചക്കറി വെക്കണം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടില്ല അമ്മ. അപ്പോൾ ഞാൻ പയർ മുറിച്ചിടലായിരുന്നു ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്ക് തന്നെ ചുട്ടുപ്പി എണീച്ച്. പിന്നെ ഇപ്പോൾ പതുക്കെ ബാക്കി പരിപാടികളെല്ലാം തുടങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നമ്മുടെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിതാ പകുതി പയർ കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്ക് തന്നെ ചുട്ടുപ്പ് എണീച്ചിട്ടുണ്ടായിന്. അപ്പം ബാക്കി അമ്മയുടെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഉള്ളിയും സംഭവങ്ങളൊക്കെ ഇടണം. ഞാൻ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. അങ്ങനെ ചില്ലറ പരിപാടിയുണ്ട്. മത്തിക്ക് പോയിക്കൊണ്ടു മരക്കാട്. പിന്നെ ഒരു പറഞ്ഞ് ഞാൻ നല്ലതേ കൊണ്ടുവരും, ഇതൊന്നും പേടിക്കാണ്ട് കൂട്ടുന്നതാണ്. അത് മാത്രമേ ഉള്ളൂ. മത്തി മലക്കാട് പോയിക്കാണ്ട് നാളെ ഉണ്ടാവും. എന്നാ പച്ചക്കറി വേണം അമ്മേ. കുപ്പിച്ച് നോക്കുക. ഏത് കൊറേ ദിവസത്തിന് ശേഷം നമുക്ക് മീൻ കിട്ടി. എന്തോ കൊഞ്ചൻ ചെരുവ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചരുവില്ലേ നമ്മുടെ സാധാരണ നന്ദ്, അത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഫ്രഷാന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഹാർബർ അടുത്തായത് ഇവിടുന്ന് എപ്പോഴും ഫ്രഷ് മീനെ കിട്ടും അധികവും. അപ്പൊ ഇന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പച്ചക്കറി വെക്കൂല, മീൻകറി ആയിരിക്കും വെക്കുന്നുണ്ടാവുക. ഇതെല്ലാം ഒന്ന് ഞാൻ പെരക്കാക്കട്ടെ, അതാവുമ്പോ ആക്കുമല്ലോ കൊണ്ട്. അങ്ങനെ ഇതാ ഞാൻ പയറൊക്കെ മുറിച്ചിട്ടെല്ലാം സെറ്റാക്കി, ഉള്ളിയൊക്കെ ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു, പിന്നെ സാധാരണ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനത്തെ കുഞ്ഞു പരിപാടികളുണ്ട്. പിന്നെ ഫിഷ് നമ്മൾ മീൻ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് നോർമൽ ഒരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊരു തേങ്ങാപ്പാലൊക്കെ ആക്കിയിട്ട് ഒരു ചിക്കൻ കറി. അപ്പോൾ അത്രയൊക്കെയാണ് പ്ലാനിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളത് നോക്കട്ടെ. ഇനിയിപ്പോൾ ബാക്കി പരിപാടി ചായ കുടിച്ചതിന് ശേഷം. ഞാൻ ഒരാളെ ഒരിക്കലും കൂടെ ഉറക്കി കിടത്തിയിട്ട് വന്നതാണ്. ഒരാൾ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ നമ്മളെ പട്ടിക്കുട്ടീസിനെ കുളിപ്പിക്കുന്നുണ്ട്, അത് നോക്കാൻ പോയിട്ടല്ല. ഇനിയിപ്പോൾ അമ്മ വന്നിട്ടാണ് ചായ കുടിക്കണം നമുക്ക്. എക്സ്പ്രഷനാണ്. ചായ കുടിക്കാം. ചായ
പിന്നെ ചാടണം ചായപ്പൊടി ചായപ്പൊടിയല്ല ചായപ്പൊടി ഇത് ബേബി കരയുന്ന ഇത് ബേബി ഇത് ബേബി ചുട്ടുപ്പിക്കുന്നെന്താറിയോ ദോശയും ചെറുവാരും പിന്നെ എന്താ വേണ്ടേ കുടുങ്ങിയ വീനേച്ചിയമ്മ ആ അപ്പം ഇതാ നമ്മളെ ചിക്കൻ ഇപ്പം കഴുകാൻ പോവാന്ന് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം നമ്മളെ മീൻ ഓക്കെ ഞാനിതാ അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ നേരെ നമ്മളെ സാധന സംഗമങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ആക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കുണ്ടോ ഈ ചിക്കൻ കഴുകുമ്പോൾ എന്തോ ഒരു മാതിരത്തെ ഈ യക്ക് ഫീൽ വരാറുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. എനിക്ക് മീനും ഫിഷും തൊടുന്നതിലൊന്നും അങ്ങനെ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് ചിക്കനൊക്കെ കഴുകുമ്പം ഒരു കൈനെ കൊണ്ട് തൊടാൻ എന്തോ പോലെയൊന്ന്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഫീലൊന്നും വന്നിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പിന്നെയും അമ്മയൊക്കെ ആയിട്ട് കുക്ക് ചെയ്യുന്നത്. നമ്മൾ പുറത്തുള്ള സമയത്ത് ഞാൻ തന്നെയല്ലേ എല്ലാം ഒറ്റയ്ക്ക് തന്നെ നമ്മൾ കുക്ക് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം ചിക്കനും മീനും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ നമ്മളൊരു 1.5 കിലോ ചിക്കനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 2 ഉള്ളി എടുത്തു. കുറച്ച് ഉള്ളി അധികം വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളി അതെടുത്തു. പിന്നെ ഒരു 4 തക്കാളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആവശ്യത്തിനുള്ളത് ക്രഷ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുമ്പോഴേക്കും അമ്മ ഇതാ നല്ല നമ്മുടെ ചിക്കൻ മസാല പെരക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മേൻ്റെ മസാല പിന്നെ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് അമ്മ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ആവശ്യത്തിന് നമ്മൾ എത്രയാണോ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് ഭയങ്കര ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ കറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള എപ്പോഴത്തെയും പോലെ നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് ആ ഒരു പവർ കിടക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് വേണ്ട സാധനമാണ് നമ്മുടെ ഗരം മസാല നല്ല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടെല്ലാം വെക്കുന്നതാണ്. നമ്മുടെ ബിരിയാണീൻ്റെ കൂട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നല്ല പോലെ പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ആകുമ്പോൾ കുറച്ച് നാൾ നിൽക്കും, ചീത്തയായി പോകുന്നില്ല. അതിനെല്ലാം കൂടെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ചില ആൾക്കാർ ഇതിൽ തൈര് ആഡ് ചെയ്യുന്നത് കാണാറുണ്ട്. ഞാൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മാത്രമാണ് തൈര് ആഡ് ചെയ്യുന്നത്. കറി വെക്കുന്നതാണെങ്കിൽ തൈര് നമ്മൾ ആഡ് ചെയ്യാറില്ല. നമ്മളെങ്ങനെ എന്തെങ്കിലും തേങ്ങാപ്പാൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കാഷ്യൂ ഉണ്ടല്ലോ, അണ്ടിപ്പരിപ്പ്, ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ കുരുമുളക് പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിന് പകരം കുറച്ച് നമ്മുടെ കാഷ്യൂസ് ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ച് അരച്ച് ലാസ്റ്റ് ആഡ് ചെയ്താലും ഭയങ്കര ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. അതും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ കറി പക്ഷേ കൂടുതലും മാച്ച് ആവുക നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയാണ്. വേണം കറിയാക്കി, കുറച്ചും കൂടെ വേണം തോന്നുന്നു. പിന്നെ അല്ലേ
ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടൂടെ? നമ്മളെ കട്ടിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഞാൻ ഉള്ളി എണ്ണയിലിട്ടു, പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു, പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ലപോലെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടു. നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ്റെ അകത്തുള്ള ഉപ്പിനനുസരിച്ചിട്ട് വേണം ഇതിൽ വാടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ. രണ്ടും കൂടി കുറേ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടി സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കും. വളരെ നോർമലായിട്ടുള്ള ചിക്കൻ കറിയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ വാടി വരുമ്പോഴേക്കും നമ്മൾ മീൻ വയൽ അപ്പുറത്ത് നമ്മുടെ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വൻപയറിൻ്റെ ഉപ്പേരി. വൻപയറല്ല, കൊട്ടപ്പയർ എന്നാണ് പറയുക. അപ്പോൾ ഇതാ നമ്മൾ കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് ഉപ്പേരിയും അതിൻ്റെ കൂടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വലിയൊരു കാണുന്നില്ല. പിന്നെ തോന്നും ആ ഇട്ടിട്ടുണ്ടോ? രണ്ടെണ്ണം ചെറിയ രണ്ടെണ്ണം. എന്താ പാവേ? ഞാൻ ഉപ്പേരിയാക്കാൻ നിന്നുകൊണ്ട് അമ്മ വന്നിട്ട് ഇതാ നമ്മുടെ ചിക്കൻ കറി മാസ്റ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടെ എടുത്ത് ബീൻസൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ ഇതാ നമ്മൾ ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. തക്കാളി നല്ലപോലെ വെന്ത് ഇതായിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ ചിക്കൻ ആഡ് ചെയ്യുള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നോർമൽ ചിക്കൻ കറിയാണ്. ഇതെല്ലാം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും ഇത് വലിയ സംഭവമൊന്നുമല്ല. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് സെറ്റാകുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യും. നമ്മൾ കുറച്ച് കറി മാതിരി ആക്കുന്നതുകൊണ്ടാണ് കുറച്ച് നമ്മുടെ ചിക്കൻ മസാല പുരട്ടിയിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ തന്നെ ഇച്ചിരി അയഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാലും കൂടെ ആഡ് ചെയ്യും. കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മീൻ കറിയിലേക്ക് കടന്നു. നമ്മൾ ഫിഷ് ഇത് അരച്ച് കറി വെക്കുന്നില്ല അമ്മ? അരച്ച് കറി വെക്കും. നമ്മളെ ചിക്കൻ കറി അതിന് മൂടി വേണ്ടേ? ഷുട്ടു എന്തോ പാല് കുടിക്കണമെന്നോ എന്തോ ബഹളം വെച്ചിട്ട് ഞാൻ അവിടെ എടുത്തിട്ട് അകത്തേക്ക് പോയി. അപ്പോഴേക്ക് ഇതാകുമ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ മാറ്റി മീൻകറി വെക്കാനുള്ള സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അമ്മേൻ്റെ മീൻകറിയും ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഹാർബറിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടേ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അമ്മ നല്ല മാങ്ങ ഇട്ട് അരച്ച് കറി വെക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീനാൻ്റെ എത്തിയിട്ടുണ്ട്. അതിനിത് നമ്മുടെ ചിക്കൻ കറിയും ഉപ്പേരിയും ആടുന്ന് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഈ മാങ്ങ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ പുളി സാധാരണ നമ്മുടെ വാളംപുളി ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇന്ന് അത് നമ്മൾ മാങ്ങ ഉള്ളതുകൊണ്ട് ബീനാൻറ്റി കൊണ്ടുവന്നെയായിരുന്നു മാങ്ങ. അപ്പോൾ അത് മാങ്ങ എടുക്കാമെന്ന് വിചാരിച്ചു.
നമ്മളെ ചിക്കൻ കറി ഇതാ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അമ്മ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അമ്മയിലേക്ക് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അപ്പോഴേക്കും നമ്മളെ മീൻ കറീൻ്റെ പരിപാടിയെല്ലാം ഏകദേശം സെറ്റായി. മാങ്ങയും പിന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതെല്ലാം അമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നല്ല വലിയ 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കും. അമ്മ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഭയങ്കര ടേസ്റ്റ് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ മീൻ കറിക്ക് എപ്പോഴും അമ്മ ഗ്രൈൻഡറിലാണ് അരക്കുക. ആ ഒരു നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കറിക്കെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല പോലെ കൊത്തി അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. അമ്മ മീൻകറി സെറ്റാക്കുമ്പോഴേക്കും ഞാനൊന്ന് ഷുട്ടൂപ്പിക്ക് പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾ രാവിലെ അത്രയൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഭയങ്കര വാശിയും കരച്ചിലും ഒക്കെ ആയിരുന്നു. ഷുട്ടൂപ്പിക്ക് പഴം വാട്ടാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഴം ബട്ടറിൽ സോട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വെച്ചു. നമ്മളെ ചിക്കൻ കറി, നമ്മളെ ഫിഷ് കറി ഇവിടെ റെഡി ആകുന്നുണ്ട്. സൗണ്ട് അങ്ങനെ ഇതാ നമ്മളെ ചിക്കൻ കറിയും എല്ലാം റെഡിയായി. നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയാക്കി മിക്സാക്കിയിട്ട് അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്ന നമ്മുടെ ഷുട്ടൂൻ്റെ പഴം വാട്ടാൻ വെച്ചതാണ്. ഞാൻ ഒന്നിക്കിൽ ഗീ അല്ലെങ്കിൽ ആൾക്ക് നല്ല ബട്ടർ ഇട്ടിട്ടാണ് എപ്പോഴും വാട്ടി കൊടുക്കൽ. ആൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഗീ ഞാൻ അങ്ങനെ ആൾക്ക് കൊടുക്കാറില്ല. ബട്ടറും ചീസും ആണെങ്കിൽ ആൾ കഴിച്ചോളും. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ കൊടുക്കാൻ വേണ്ടി സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര പണിയാണ് ഫുഡ് കഴിപ്പിക്കുക എന്ന് പറയുന്നത്. ദിവസം കഴിയുന്തോറും ആൾക്കിങ്ങനെ മടി കൂടിക്കൂടി വരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൊടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാൻ വെള്ളത്തിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. അയ്യയ്യ, ഇത് തോണിയൊന്നും ആവൂല മോളെ. അമ്മനെ കുട്ടുവാ, മുടിയെല്ലാം ഇങ്ങനെ ആക്കപ്പാ, നേരെ ആക്കാം. കമലേഷ് ഗോ. അച്ഛ എടുക്കൂ. അമ്മ വരൂ, അച്ഛനെടുക്കും മോളെ, അല്ലേ കൊതു കടിക്കൂ. അച്ഛൻ എടുത്തോ വാവേന. അമ്മ വരൂ ഇപ്പൊ, അമ്മ വരുന്നുണ്ട്. പോകാ ഇല്ല, ഞാൻ ഉറക്കി കിടത്തിയിട്ട് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ തിരിച്ച് വരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം സെറ്റായി. നമ്മളിപ്പുറത്തെ പറമ്പത്ത് കുളത്തിൽ മീനുണ്ട് എന്ന് പറയുന്നിട്ട്, അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോന്നാം. നമ്മൾ പോയി നോക്കട്ടെ. ഏതാടാ ഇതിൽ കൂടിയൊക്കെ വരിക? അപ്പുറം അവിടെ ആയിരിക്കും. ടാറ്റാ വര. അയ്യോ, നിന്ന് പോവാ. അതാ പോന്ന നമ്മളെ തോണി. അത് വേണ്ട, അത് ചിച്ചി വെള്ളം എടുത്തോക്കൂ. ഷോപ്പായി പോയി. ഇപ്പൊ ടൈറ്റാനിക് മുങ്ങും. അയ്യോ, ടൈറ്റാനിക് മുങ്ങി. ഇല്ല, രക്ഷപ്പെട്ട്. ഓ, ഇതാ ലോട്ട്സ് ഓഫ് പിലാപ്പി കുട്ടീസ്. ഓ ചുട്ട ഇതാ പിച്ച് കാണുന്നുണ്ടാ? കരേ അതാ.
കൊതുക ഭയങ്കര മോനെ ചുറ്റുന്ന നമ്മളെ ഫുള്ള്. ചുറ്റൂന്ന് കാലൊക്കെ ഒന്ന് തട്ടിയിട്ട് അകത്തേറ്റാൻ പറ്റും. തോണി ഒലിച്ചൊലിച്ചൊലിച്ച് എവിടെയോ എത്തിയിട്ടുണ്ട്, കാണാനില്ല എവിടെയും. ഇത് നമ്മൾ നല്ല ഉറവ വരുന്ന വെള്ളം കേട്ടോ, ഇവിടുന്നോ ഉറവ ഒഴിച്ചിട്ട് റോഡ് മേലെ കൂടെ വരുന്നതാ. ആയിട്ടില്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. അച്ഛ പോന്നില്ല, ഇതാ ചാവി അമ്മേന്റെ കയ്യിലല്ല. ഇതാ വാ, അതിനായാലും വിളിക്കണ്ടേ. അപ്പൊ താഴെ വീഴും, ഇവിടുന്ന് വിളിച്ചു ഇങ്ങോട്ടുന്ന്. ആരാ വരുവോ ഇപ്പോ? എന്നെ വരൂ. വേറെ ആരാ വരുക? ചന്ദുരില്ല, നിശമുത്തിയാ വരുക. നിശമുത്തി ഉണ്ട്, ദിബുണ്ട്, ശീനമുത്തിയുണ്ട്. ഹായ് ഹായ്. ഉമ്മ വരുമോ? അപ്പോൾ ഫൈങ്കിഷ് വരുമോ? ഇല്ല. താങ്ക് യു. നമ്മളെ അമ്മമ്മ വന്നിട്ടില്ല. വി ആർ വെയിറ്റിംഗ് ഫോർ നന്ദി. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്കിന്ന് ചിക്കൻ കറി, മീൻ കറി, ഉപ്പേരി, പിന്നെ പപ്പടം. ഒന്ന് മതി, ഒറ്റ എടുത്താൽ മതി, അല്ലെ പിന്നെ തീർന്നു പോവില്ലേ. ഒന്ന് മതി. അയ്യോ എനിക്ക് തുടക്കണ്ട, എൻ്റെ സിറം വേണ്ട, എനിക്ക് തുടക്കണ്ട. വാവ തുടച്ചോ പ്ലീസ്. വാവ തുടച്ചോ പ്ലീസ്. വേണ്ട, വാവ തുടച്ചോ. ഓക്കെ, സൂപ്പർ. ഭയങ്കര കുറുമ്പിയാണ് ഗാഷ്. തുറക്കുന്നില്ലേ? അങ്ങനെ ഇതാ ചുട്ടു കാത്തു നിന്ന് ഇതാ ചുട്ടിൻ്റെ നന്ദി എത്തിയിട്ടുണ്ട്. അവർ ഒരു മണിയൊക്കെ ആവാനായി എന്തായാലും എത്താൻ വേണ്ടിയിട്ട്. അവർ മാഹി പള്ളിയിലെല്ലാം കയറി ചില്ലായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവർ വന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ആളുണ്ടായിരുന്നത്. ഇവരെല്ലാം ഇടുന്ന ഇപ്പം വന്ന് ബീനച്ചെടുപ്പോയി. ഷുട്ടു എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സന്തോഷ പ്രകടനത്തിലായിരുന്നു ഫുള്ളായിട്ട്. പിന്നെ ഇക്കു ഉണ്ടല്ലോ, ഇക്കുവിന് ആൾക്ക് ഭയങ്കര കാര്യം. അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാനുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആള്. ഏട്ടനെ കൂട്ടിയാ കളിക്കാൻ വിളിക്കേ. ഷുട്ടു ഹർന്ന് കളിക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ ഇതാ ഫുഡെല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പ്ലേറ്റെല്ലാം വെച്ച് സെറ്റാക്കിയ പിന്നെ അവർ എന്തായാലും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഫുഡെല്ലാം വെച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നേരെ വന്ന പാടന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ആക്കുക ചെയ്തേ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് വെച്ച് സെറ്റാക്കി വെക്കുമായിരുന്നു.
വേണ്ടല്ലോ, വേണ്ട. കാലിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. ഓള് മര്യാദക്ക് നിൽക്കുന്നുണ്ട്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പതുക്കെ അവളെ കൊണ്ടുപോയി ഉറക്കി. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പണിയാണ്. അങ്ങനെ ഞാൻ ഷുട്ടൂപ്പിനെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അവരെല്ലാവരും കുറച്ച് റെസ്റ്റ് എടുക്കുന്ന. നമ്മൾ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഒരു 5 മണിയാകുമ്പോൾ അവർ പോവും. 5 മണിയാകുമ്പോഴേക്കും അമ്മൂന് എന്താ പറയുക, എക്സാം കഴിയും. അപ്പോൾ അതുവരെ എന്തായാലും എല്ലാവരും ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും എണീച്ചിട്ടാകുമ്പോൾ കാണിക്കും. 5 മണിയെല്ലാം ആകുമ്പോഴേക്കും നമ്മുടെ അമ്മൂട്ടന് എക്സാമെല്ലാം കഴിയും. അതുകൊണ്ട് അവർ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ നിന്നു. അപ്പോൾ നമ്മൾ ചായ ആദ്യം വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ വെക്കുന്ന പരിപാടിയിലായിരുന്നു. കുട്ടപ്പനെ നമ്മൾ എന്തെങ്കിലും കടി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുള്ളത്. താങ്ക് യു. വന്നോ ഷുട്ടു ഇനിയിപ്പോൾ ഇവർ പോകാൻ നോക്കുമ്പോൾ എന്നായിരിക്കും അവസ്ഥ എന്നറിയില്ല. അപ്പോൾ അപ്പുവാട്ടൻ്റെ ഇക്കുവിൻ്റെ എല്ലാം കൂടെ കളിക്കുന്നുണ്ട്. പിന്നെ നിശേച്ചിയും ദീപേച്ചിയും ഷീനേച്ചിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും മാഹി പള്ളിയിലേക്ക് വന്നതാണ്, ഇങ്ങോട്ടേക്കായിട്ടെന്നല്ല. അപ്പോൾ അവിടെ നിന്ന് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് വൈകുന്നേരം അമ്മൂനെയും കൂട്ടിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പുവാട്ടെ ടാറ്റ പറ കുത്താത്ത വേഗം വിട്ടോ. നന്നി പോണ ഷുട്ടു. ഓക്കെ ബായ്. പോയി ഷുട്ട, നന്നിയെല്ലാം പോയില്ലേ. അങ്ങനെ എല്ലാവരും പോയി കാശ്. നമുക്ക് ചായ കുടിക്കണം, ഷുട്ടൂനെ കുളിപ്പിക്കണം, നോർമൽ ആക്ടിവിറ്റീസ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ. ബാക്കി ഷുട്ടു 2 എററൂട്ട് തിന്നാ അവർ ചായ കുടിക്കുമ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ ആൾക്കൊന്നും കൊടുക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ പോയിട്ട് ചായ കുടിക്കട്ടെ. ഞാൻ ഒരു സമൂസയും നമ്മുടെ ഒരു ഗ്രീൻ ടീയും കഴിച്ചു. പിന്നെ നമ്മളെ കല്ലുമ്മക്കായും കട്ട്ലറ്റും അതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര ഓപ്ഷണലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല സമൂസയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം സമൂസ. ഇപ്പം നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം എനിക്ക് ഷുട്ടൂനെ കുളിപ്പിക്കണം. അതിന് മുന്നേ നമ്മൾ രാത്രി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ച് സെറ്റാക്കി വെക്കണം. ഓക്കെ, ചപ്പാത്തിയെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയിട്ട് ഷുട്ടൂനെ കുളിപ്പിച്ചു. അപ്പോഴേക്കന്നെ ഒരു 5:30 ആകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പെട്ടെന്ന് തന്നെ പോയിട്ട് ആളെ കുളിപ്പിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ആരാത്? ഓയ് അതാ 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 അമ്മ വരുന്ന, അച്ഛ വരുന്ന നല്ല തന്നെ. ഓടോ അത് തുറന്ന്. ഏയ് ഷുട്ടോ, അച്ചാച്ച എന്നാ അവിടെയാ ഉള്ളത്? ഇങ്ങ് നോക്ക്, ഇങ്ങനെ നോക്ക്. എന്ത് ഷുട്ടുപ്പി കുളിച്ചാ? കുളിച്ച് കുളിച്ചില്ലേ? കുളിച്ച്, കള്ളം പറയരുത്. കുളിച്ച് പോടാ. ഞാൻ ഷുട്ടൂനെ കുളിപ്പിച്ച് റെഡിയാക്കി വരുമ്പോഴേക്ക് ഇത് അമ്മ ചപ്പാത്തിയെല്ലാം പരത്തി സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് എന്നാൽ പിന്നെ ചുട്ടിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞ ശേഷം കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ പോയിട്ട് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ നമ്മളെ ഡിന്നറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മീൻസ് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് പോയിട്ട് കുളിക്കട്ടെ. ഷുട്ടൂന് ഞാൻ കുറച്ച് ഒരു മുട്ട ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അവർക്ക് പാലൊക്കെ കൊടുക്കാനുണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ,
ഞാനിതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ വന്നിട്ട് പിന്നെ ചുട്ടൂന് പാലടിച്ചു. ഇനിയിപ്പോൾ കൊടുക്കണം, നട്ട്സും പാലും മിക്സ്. ഇനിയിപ്പോൾ ഇത് കൊടുക്കട്ടെ, കുടിക്കുമെന്നറിയില്ല, നോക്കണം. നമുക്ക് ഒങ്കാടയാക്കണ്ടേ? എന്നാ ഇതാ ഇതാ എന്നാ മിണ്ടൂല. എന്നാ ഞാൻ പോട്ടെ, ബൈ. നമ്മളിന്ന് ഡിന്നർ കഴിച്ചിട്ടില്ല, കുറച്ച് ലേറ്റായി. അപ്പോൾ ഷുട്ടൂപ്പിക്ക് ഞാൻ പാസ്ത ഉണ്ടാക്കി. അതൊക്കെ പാസ്തയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഡിന്നറായിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഡിന്നർ കഴിക്കട്ടെ. ചപ്പാത്തി. ഓക്കെ. അങ്ങനെ ഇതാ ചുട്ടൂപ്പിൻ്റെ പാസ്തയും നമ്മളെ ചപ്പാത്തിയും എല്ലാം റെഡി. നമുക്ക് പിന്നെ ഉച്ചക്കത്തെ മീൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ കറിയും ബാക്കിയുള്ളതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ചപ്പാത്തിയും, ഞാൻ കൂടുതൽ മീൻ കറി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മീൻ കറിയും നമ്മളെ ഡിന്നറും പരിപാടിയും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചു. 8 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റാണ് സംഭവം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി അമ്മയും ഷുട്ടുപ്പിയെ കുറേ നേരം കളിക്കും അല്ലേ? ഓ, നമ്മളിന്ന് മാച്ചിങ് ആണല്ലോ ഷുട്ടു. ഡ്രസ്സ് കളറ് പിങ്കീസ് ആണല്ലോ ഇന്ന് നമ്മൾ. പിങ്കി ഷുട്ടുപ്പി പാസ്ത കുടിച്ചു, അല്ല പാസ്ത കഴിച്ചു. അമ്മ ചപ്പാത്തി കഴിച്ചു. നമ്മൾ കളിക്കും അല്ലേ? ആന പൊന്ന കളിക്കും. വെക്കാൻ പറയും. ഒരാൾ ഇതാ നല്ല കുരുത്തക്കേട് കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ എല്ലാം കീറി വലിച്ച് പറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സൺഡേ എന്ന് പറയാൻ ഭയങ്കര ആക്റ്റീവ് ആൻഡ് ഫണ്ണായിട്ടുള്ള എല്ലാവരും ഉള്ള ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ചാച്ചാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. കിട്ടിയില്ല കണ്ടാ? ഷുട്ടോ അടിയിൽ കൂടെ നോക്കി നോക്കി പൊതിച്ചോ? ഓ, ചുട്ടും കയറി അതിൻ്റെ ഉള്ളില്. അയ്യോ, കാണൂല.